ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, വളരെയധികം വേദനയോട് കൂടിയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാം എന്നൊരു മെന്റാലിറ്റിയിലാണെങ്കിൽ പോലും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് എന്താണ് ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ എനർജി ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത്? അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു എനർജിയെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആവുകയാണ് എന്നുള്ള രീതിക്ക് സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 8 of Swords, the Tower energy, 4 of Cups, the World energy, 6 of Swords, the Star, 7 of Pentacles, 5 of Swords, 4 of Pentacles, 10 of Pentacles, Page of Pentacles, Hermit, Knight of Swords, 5 of Wands, the Empress, 2 of Swords, 4 of Wands, Knight of Wands, ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ എംപറർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മറ്റ് പല കാര്യങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ വന്നിട്ട്, മെയിൻ ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവര് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക്, ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഒക്കെ വന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നീതി പുലർത്താതെ മാറിപ്പോയ വ്യക്തികളാണ്. സ്വാർത്ഥതയോടുകൂടി അവരുടെ കരിയർ ആണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഗ്രോത്ത് വേണം എന്നുള്ള രീതിക്കൊക്കെ ആ ഒരു സമ്പത്ത് കാര്യങ്ങളിലേക്കൊക്കെ ഒരു അഡിക്ഷൻ വന്ന് മാറിപ്പോയിരിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് കാര്യമായ ഒരു വാല്യൂ ഒന്നും നൽകാതെയും അവർ ഇരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞിട്ടും നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുന്നു, പൂർണ്ണമായിട്ടും ഇവർ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടാവില്ല. കംപ്ലീറ്റ്ലി നിങ്ങളെ വേണം എന്നുള്ള രീതിക്കല്ല, അവരുടേതായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് കണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പെയിൻ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പതുക്കെ പതുക്കെ നിങ്ങൾ സൈലന്റ് ആയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങൾ നിശബ്ദമായിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. മനസ്സിപ്പോഴും ഒരുപാട് വേദനിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല, സൈലന്റ് ആണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കാം നിൽക്കുന്നത്. മനസ്സുകൊണ്ട് വേദനയോട് കൂടിയാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്തിട്ടും അതിനൊരു ഗുണം കിട്ടുന്നില്ലല്ലോ എന്ന ചിന്തയിൽ വേദനയോടുകൂടി പിന്മാറാൻ നിൽക്കുന്നവരുണ്ടാകാം. മറ്റു ചിലവരാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, അവർ വരുമോ എന്ന് നോക്കട്ടെ എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരുണ്ടാകും. അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഈ ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവർ വളരെയധികം ഒരു ഈഗോ ഭയങ്കരമായിട്ടുള്ള വ്യക്തികളാണ്. ഈഗോ എന്ന് പറയുമ്പോൾ സ്വാർത്ഥത ഇവർക്ക് ഭയങ്കര കൂടുതലാണ്. ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവർക്ക് നേടണം എന്നൊരു ആഗ്രഹം തോന്നി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇവർ എന്തും എഫേർട്ട് എടുക്കും. അതിപ്പോ സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ നേടുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇവർ അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി
എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷെ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ഇവർ ഭയങ്കരമായിട്ടൊരു ഗ്രോത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഉണ്ടായതിനു ശേഷം ഇവരുടെ ഈഗോ അല്ലെങ്കിൽ സ്വാർത്ഥത അത് പതുക്കെ പതുക്കെ ഉയർന്നു വരികയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് നൽകുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് ഇവർ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രാധാന്യം നൽകിയിട്ടും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതിലേക്ക് ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ ഒക്കെ വന്ന് മാറിയിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാതിരിക്കുക, നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുക, നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ നൽകാതിരിക്കുക, എപ്പോഴും നിങ്ങൾക്കിടയിൽ വഴക്കുകൾ പ്രശ്നങ്ങൾ വരിക, അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത ഏതാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് സോൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയ സമയത്ത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർക്ക് അതൊരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ എനർജിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ഭാഗ്യം പോയി എന്നൊക്കെ പറയുന്നത് പോലെ ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം, ഒരുപാട് നാളുകളല്ല, കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ, ഈ ഒരു ചെറിയ സമയത്തായിക്കൊള്ളട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് അവരെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിൽ നിന്ന് അവർക്കൊരു വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാം പോലെ ആയിരുന്നിരിക്കാം ചിലപ്പോൾ അവർ കണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി അവരിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഒരു തകർച്ച വന്നിരിക്കുന്നത്. തകർച്ച എന്ന് പറയുമ്പോൾ ചിലവരുടെ കേസിൽ അവർക്ക് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആരിൽ നിന്നൊക്കെയോ ചതി, അവരുടെ ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും വ്യക്തികളായിക്കൊള്ളട്ടെ, അവർ അത്രയും വിശ്വസിച്ചിരുന്ന വ്യക്തികൾ അവരെ ഒരു ചീറ്റിങ്ങിലൂടെയൊക്കെ പെടുത്തി കളഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം അവർക്ക് വേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അവരിൽ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആദ്യ സമയത്തൊന്നും നിങ്ങൾ മാറി നിന്നപ്പോൾ വലിയ കാര്യമായിട്ട് അവർ നിങ്ങളെ ഗൗനിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവർ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം അവരിപ്പോഴും നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലേക്ക് മനസ്സ് പോയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർക്ക് എല്ലാ രീതിക്കും നല്ല കാലമായിരുന്നു, അല്ലെങ്കിൽ നല്ലത് മാത്രമേ അവർക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ കരിയറിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ രീതിക്കും ഗ്രോത്ത് ആണ്. അവരുടെ ലൈഫിൽ ഒരു ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നിരിക്കാം നിങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ആവുമ്പോൾ അത് അവർക്ക് ഗുഡ് ആണ്. അതവർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ ആ ഒരു മനസ്സിലാക്കിയിരുന്ന വ്യക്തിക്ക് ഒരു നീതിപൂർവം അവർ പ്രവർത്തിച്ചില്ലാത്തതിന്റെ ആയിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഈ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് കൊണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടൊരു നീതിപൂർവമായിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം അത് തോന്നുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടൊക്കെ എഫേർട്ട് എടുക്കുക, കൂടുതലായിട്ടെന്ന് മാത്രമല്ല ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു എഫേർട്ട് എടുക്കാമായിരുന്നു, അർഹമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകാമായിരുന്നു. ഇവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുമായിരുന്നു. ആരും അവരെ പിടിച്ച് കെട്ടി വെക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവരിപ്പോ അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആരും അവരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് തന്നെയാണ് അവര് തന്നെയാണ് അവരുടെ ഇമോഷൻസ് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതെ ഹോൾഡ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവർ ചെയ്തതിൽ അവർക്ക് ഇപ്പൊ ഭയങ്കരമായ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളോട് തർക്കിക്കുകയും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്താ പറയാ, അവരുടെ സ്വാർത്ഥതയോട് കൂടി പല കാര്യങ്ങൾക്കും അവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സ്വാർത്ഥമായ താല്പര്യത്തോടു കൂടി പല സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോ ഈ ഒരു വ്യക്തിക്ക് അത്രത്തോളം ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നും അവരുടെ ലൈഫിൽ അവർക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ എല്ലാ രീതിയിലും ടയേർഡ് ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു സൈലന്റ് ആയിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു ഡിപ്രസ്ഡ് അവസ്ഥ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അവര് എത്രത്തോളം അവർ പുറമേ കാണിക്കുന്ന രീതിയൊക്കെ ഈ രീതിക്കാണ്. ഭയങ്കര ഈഗോ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരെ ഒന്നും ബാധിച്ചിട്ടില്ല, നിങ്ങൾ പോയതും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ അവർ ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇനി അല്ല നിങ്ങൾ ഡയറക്റ്റ് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് തന്നെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ അങ്ങനെയല്ല. ഇവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പുറമേ നിൽക്കുന്ന പേഴ്സൺ ഇതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളുകൊണ്ട് ഇതാണ്. അവർ വളരെ ടയേർഡ് ആണ്. പക്ഷെ അവർ കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇവരുടെ ഉള്ളിൽ വളരെയധികം ഒരു ഭയം, ഭീതി നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇവരെ എല്ലാ രീതിക്കും എല്ലാ കാലത്തേക്കും നിങ്ങൾ ഉപേക്ഷിച്ച് തന്നെ പോയതാണോ എന്നുള്ളൊരു ചിന്തയും ഭീതിയും
ഇവരുടെ ഉള്ളിലേക്ക് ചിന്തകളായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഇവരിൽ വരുന്നുണ്ട്. ഒരു ആങ്സൈറ്റി, ടെൻഷൻ, ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, ഇതെല്ലാം ഇവരിൽ തോന്നുന്നുണ്ട്. മാത്രമല്ല, നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിച്ചില്ലല്ലോ എന്നൊരു ചിന്ത ഇവരുടെ ഉറക്കം പോലും കെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, ഗാഢമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓരോ സമയവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റിസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് നീതിപൂർവ്വം അല്ലല്ലോ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും റിലേഷൻഷിപ്പിൽ ഒരു ഫ്ലവറിങ് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു തിരിച്ചുവരവില്, അല്ലെങ്കിൽ ഇവരായിട്ട് തിരിച്ചു വന്നിട്ട് ഇവരായിട്ട് എഫേർട്ട് എടുത്തിട്ട് വീണ്ടും ആ ഒരു ഫ്ലവറിങ് കൊണ്ടുവരിക. ഇവിടെയാണെന്നുണ്ടെങ്കിലും സന്തോഷകരമായ പരിസമാപ്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു സമയത്ത് കൈവിട്ട് പോയ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരായിട്ട് തന്നെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ള മെന്റാലിറ്റിയിലേക്കൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജീസ് എല്ലാം തന്നെ പാസ്റ്റിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. നിങ്ങൾ പോയ വഴിയെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫോളോ ചെയ്യാണ്. എന്ന് വെച്ചാൽ അവരെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അന്വേഷിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളുകളായിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും നിലച്ചു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ്, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന മെമ്മറീസ്, നിങ്ങൾ സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ, അതെല്ലാം ഓർത്തെടുക്കുമ്പോൾ ഭയങ്കരമായ ഒരു വേദനയും അതോടൊപ്പം കുറ്റബോധവും നഷ്ടബോധവും എല്ലാം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇവർ എങ്ങോട്ടേക്കാണോ നിങ്ങളെ വിട്ടു പോയത്, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിലേക്ക് അഡിക്ഷൻ വന്ന് പോയവരാണെന്നുള്ളത്. അപ്പൊ ആ ഒരു പോയ വഴിയിൽ നിന്നും വളരെ ഫാസ്റ്റ് ആയി നിങ്ങളിലേക്കുള്ള ഒരു യാത്ര ഇവർ തുടങ്ങിക്കഴിഞ്ഞു. അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തകൾ തന്നെയാണ് നിറയെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഇവരിൽ തന്നെയാണ് ആ ഒരു ഹോപ്പ്. ഒരു വശത്ത് ഭയവും ഭീതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ പ്രതീക്ഷയോടുകൂടി, ഒരു ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. അത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അറിഞ്ഞിരുന്നോണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്. അവർക്ക് ആ ഒരു സമയത്ത് മാറിപ്പോകുന്ന സമയത്ത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവരുടേതായ സ്വാർത്ഥത, അല്ലെങ്കിൽ ആ ഒരു ഈഗോ ആയിരുന്നു അവരുടെ തലയിൽ ഏറ്റവും കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇനി മറ്റാരെങ്കിലൊക്കെ സംസാരിക്കാൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് കേൾക്കാനോ അതിനൊന്നും ഈ ഒരു പേഴ്സൺ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരായിട്ട് തന്നെ സ്വയം ചിന്തിക്കുകയാണ്. തെറ്റുപറ്റി പോയല്ലോ എന്നുള്ള രീതിക്ക് സ്വയം ചിന്തിക്കുകയാണ്. ഒറ്റപ്പെട്ട് നിൽക്കാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതുകൊണ്ടും, അല്ലെങ്കിൽ അവരുടെ സന്തോഷം എല്ലാം ഉണ്ടെങ്കിലും, ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവര് ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും എല്ലാ രീതിക്കും. അതുപോലെ ഇവര് എല്ലാ ഒരു സൊസൈറ്റിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രകളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവരുടെയും കൂടെയൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരെ എല്ലാവരും അട്രാക്ട് ചെയ്യും. എല്ലാവരോടും സംസാരിച്ചാൽ എല്ലാവരെയും കയ്യിലെടുക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ ഇപ്പൊ ആ ഒരു കഴിവുകളൊക്കെ ഇവരിൽ നിന്നും പൂർണ്ണമായിട്ടും കഴിവില്ലാതെയായി പോയി എന്നുള്ളതല്ല, അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. ആദ്യ സമയത്ത് ഇവര് മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരുന്ന അവരുടെ ആ ഒരു ഓരോരോ രീതികള്, അതൊന്നും ഇവർക്ക് ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുവരാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല. മൊത്തത്തിൽ ഇവര് ഭയങ്കര ഡൗൺ ആണ്. മെന്റലി ഭയങ്കര വീക്ക് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തണം. ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ടേക്ക് ജീവിച്ച വ്യക്തികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി അല്ല, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പ്ലാൻ ചെയ്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റിലേക്ക് റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക. കണ്ണടച്ച് തന്നെ ഒരു തീരുമാനം എടുക്കണം. കൂടുതലായിട്ട് ഇനി ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതൊന്നും ബാധിക്കില്ല. അവർക്ക് ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ആവശ്യമില്ല എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സൈലൻസ് കൊണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ അത്രത്തോളം ഇമോഷൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാത്തതും. പക്ഷെ വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് ഇവർക്ക് ഫിക്സ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു ആഗ്രഹം ഇവരിൽ വന്നിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഇവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഉറക്കമൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കരിയറിലേക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കരിയറിലൊക്കെ നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള, അത്രത്തോളം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു മോശപ്പെട്ട വ്യക്തി എന്നുള്ള രീതിക്കല്ല ഈ ഒരു വ്യക്തി ഇവിടെ കാണിക്കുന്നത്. പക്ഷെ
ഇവർക്ക് ആ ഒരു വൈകാരികപരമായ ജീവിതത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ബോധം അവർ പ്രവർത്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും വലിയ കാര്യമായിട്ട് ലഭിച്ചിട്ടുണ്ടാവില്ല. ഇവരുടെ ലൈഫിൽ ഇപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾക്ക് മുമ്പ് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ അത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്നതിന് ശേഷമാണ് അവർ അതൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലും അത് എൻജോയ് ചെയ്യാതെ ഇവർ ഇവരുടേതായ കാര്യങ്ങളിലേക്ക് വീണ്ടും ഫോക്കസ്ഡ് ആയി പോയി. അതാണ് അവർക്ക് പറ്റിയ ഒരു തെറ്റ്. ആ ഒരു തെറ്റ് തിരുത്താനായിട്ട് ഇവിടെ എന്തായാലും ഇതൊരു ഡിവൈൻ ടൈം ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ കണക്കാക്കുകയാണ്. അപ്പൊ ഇതെന്തായാലും തിരുത്തേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ തിരുത്താനായിട്ട് യൂണിവേഴ്സ് അവർക്കൊരു സമയം കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലായിട്ടൊന്നും ഇവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. കാരണം നിങ്ങൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ആരോടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോലും നിങ്ങൾ ഒരു ലിമിറ്റിൽ കൂടുതൽ പറയുന്നുണ്ടാവില്ല. നിങ്ങൾ എല്ലാം ഒരു യൂണിവേഴ്സലിലായിരിക്കും സമർപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫിയർ അവരെ നേരിടുന്നത്. പക്ഷെ ഫിയർ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വിശ്വാസം, അവരുടെ ഉള്ളിൽ എവിടെയോ ഉള്ളൊരു വിശ്വാസം. കാരണം നിങ്ങൾ ഒരിക്കലും അവരെ ചീറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പെയിൻ കൊണ്ട് അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു വേദനകൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് ഇപ്പോൾ. അത് ഇവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. അപ്പൊ ആ ഒരു മനസ്സിലാവല് ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടിട്ടുമാണ് ഇവർക്ക് ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപാട് ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈഗോയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇവരിൽ വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ നിശബ്ദമായിട്ട് ഈ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയിൽ ഉണർത്തിയിരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അവർക്ക് നഷ്ടബോധം, കുറ്റബോധം എല്ലാം തന്നെയാണ്. അതൊരു മിക്സഡ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കിടയിൽ ഇപ്പൊ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ ഏതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ ഇവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ ഇവരോട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും ചിലപ്പോൾ ഇവർ അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ അതൊരു വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ ഇപ്പൊ അവര് അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് നിങ്ങൾ അകറ്റി നിർത്തിയ വ്യക്തികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത രീതി ശരിയല്ല. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തന്നെ ഒരു പക്ഷേ ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഫിയർ എന്ന് പറയുമ്പോഴേക്കും ഒരു ഭയത്തിന്റെ എനർജി മാത്രമല്ല, ഭീതി മാത്രമല്ല, തെറ്റിദ്ധാരണകളും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചും ഒക്കെ ഈ ഒരു പേഴ്സൺ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലുമൊക്കെ ഒരു കുറ്റബോധം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ആ ഒരു സോൾട്ടയെ ഒന്ന് കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ ഇവർ ചിന്തിക്കുന്നത്. ഒരു കോൺവെർസേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് എത്തുക. വളരെ പെട്ടെന്ന് തന്നെ എത്തുക. ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവുക. അപ്പൊ അതിന് മുന്നോടിയായി ഒന്ന് സംസാരിക്കണം. അതുപോലെ ഇവർ എല്ലാ രീതിക്കും ചിന്തിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഇവരുടെ ലൈഫിൽ നിന്ന് പോയാലും ഇല്ലെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിലാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഡാമേജ് ഇത്രത്തോളം വലുതാണ് എന്നുള്ളതും അതുപോലെ തന്റെ ലൈഫിനെ തന്നെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ തന്റെ സന്തോഷങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഡെസ്റ്റിനി ആയിട്ട് അവർ നിങ്ങളെ കണക്ക് കൂട്ടുന്നത്. ഇവിടെ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ലൈഫ് full ആയിട്ട് ഈ ഒരു ജന്മം മുഴുവനും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളവർ തന്നെയാണ്. അപ്പൊ സാഹചര്യം കൊണ്ട് എത്രത്തോളം നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു സ്വാർത്ഥത കുറച്ച് കൂടി പോയത് കൊണ്ട് തന്നെയാണ് അവർ മാറിപ്പോയിരിക്കുന്നത്. അതൊരിക്കലും നല്ല കാര്യമല്ല, ചീത്ത കാര്യം തന്നെയാണ്. പക്ഷെ അത് ചിന്തിക്കാനായിട്ട് അവർ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങുക എന്ന് പറയുമ്പോഴേക്കും ഒരു വ്യക്തിക്ക് എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തെറ്റുകൾ പറ്റാം. പക്ഷെ ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് ഒരു മനുഷ്യൻ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അവരുടെ ലൈഫിൽ. അങ്ങനെയുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇവർക്ക് എന്തായാലും ഇവർ മാറ്റി ചിന്തിക്കാൻ സ്വയം തയ്യാറാകുന്നുണ്ട്. പുറമേ കാണിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. കാരണം അവർക്ക് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ബന്ധമായിരിക്കില്ല.
നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളല്ലാതെ അറിയുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്നൊരു ചിന്തയാണ്. ഇനി അല്ല നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അറിയുന്നതാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇവര് ഞാൻ തകർന്നു പോയി അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് അങ്ങനെയൊന്നും കാണിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തികളാണ്. ഒരു ലിമിറ്റിൽ കൂടുതൽ ഇമോഷൻസ്, പ്രധാനമായിട്ട് ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ തകർച്ചകൾ, ഇവരുടെ വേദനകൾ ഇവർ ആരിലേക്കും അത്ര എക്സ്പ്രസ് ചെയ്യില്ല. സന്തോഷങ്ങൾ കാണിച്ചാൽ പോലും വേദനകൾ അത്രത്തോളം എക്സ്പ്രസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പേഴ്സൺ ആണ്. അതും ഈഗോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളപ്പോഴാണ് അവർ ഏറ്റവും ഹാപ്പി ആയി നിൽക്കുന്നത്. അതവർ മനസ്സിലാക്കാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ സ്വന്തം മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായപ്പോഴേക്കും അവർ നിങ്ങൾക്ക് തരാതിരുന്ന കെയറിങ്, സപ്പോർട്ട് അതെല്ലാം ഇനി നിങ്ങൾക്ക് നൽകാനും നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു സമയം എന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിലപ്പെട്ട കുറച്ച് ഒരു വാല്യബിൾ ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ ഇവർ നിങ്ങളെക്കുറിച്ച് എന്തായാലും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജി ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നുമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എത്രത്തോളം മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, മാറിപ്പോകുക എന്ന് വെച്ചാൽ സന്തോഷത്തോടു കൂടി ആയിരിക്കില്ല നിങ്ങൾ മാറിപ്പോയി നിൽക്കുന്നത്, വേദനയോടുകൂടി തന്നെയായിരിക്കും. പക്ഷെ എന്നിട്ടും ഇവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് ഇങ്ങനെ നിരന്തരം വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അത്രയും നിങ്ങളെ വീണ്ടും ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എനർജിയിലേക്ക് അവർ ഇങ്ങനെ ഓർമ്മകളായിട്ട് അട്രാക്ട് ചെയ്യാണ്. ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിക്കല്ല നമുക്ക് വരുന്നത്. പക്ഷെ നിങ്ങൾ പെടരുത് എന്ന ആഗ്രഹത്തോടു കൂടി എഫേർട്ട് എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.